ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുത്തൻ വണ്ടി ഞാൻ എടുത്തു വന്നേക്കാണ്. യൂസ്ഡ് കാറിൽ പുത്തൻ വണ്ടി എവിടെയും കണ്ടോ? ദേ എൻ്റെ സൈഡിൽ രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. ഇത് കിലോമീറ്റർ റണ്ണ് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞിട്ടല്ലോ വണ്ടി ആകുന്നത് നെക്സോൺ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നെക്സോൺ ആണ്. ഈ രണ്ടെണ്ണം എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്, എൻ്റെ സൈഡിൽ കിടക്കുന്നത്. ഈ ഒരു നെക്സോൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. ഈ ഒരു നെക്സോൻ്റെ കിലോമീറ്റർ തന്നെ വെറും 180 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 180 കിലോമീറ്റർ മാത്രം ഓടിക്കണം വണ്ടികൾ. ഇന്ന് 2000 180 കിലോമീറ്റർ മാത്രം ഓടിക്കണം ഫ്രഷ് വണ്ടികൾ നമുക്ക് പറയാം. എൻ്റെ എഞ്ചിൻ റൂം എന്ന് പറഞ്ഞാൽ പുത്തൻ തന്നെയാണ്. അപ്പോൾ അതിന് വലിയ എഞ്ചിൻ റൂം ഈ പ്രാവശ്യം ഞാൻ അവോയ്ഡ് ചെയ്തേക്കാണ്. കാരണം വെറുതെ നിങ്ങളുടെ സമയം കളയണ്ടല്ലോ. കാരണം പുത്തൻ വണ്ടി തന്നെയാണ്, കാണിച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെ ഫുള്ള് റിവ്യൂയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2023 ഇതും 2023 24 രജിസ്ട്രേഷൻ വന്നേക്കണം. ഇത് ഡീസലാണ്. ഇത് ഫിയർലെസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇപ്പോൾ റൂഫൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് വന്നേക്കുന്ന മോഡലാണ്. ഇത് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ പെട്രോൾ ഓപ്ഷനാണ്. ഈ രണ്ട് വാഹനങ്ങളും നമുക്കൊന്ന് ഫുള്ള് കണ്ടേക്കാം. അരച്ച് കലക്കി നമ്മൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഈ രണ്ട് പുത്തൻ നെക്സോണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഷേപ്പൊക്കെ കാണുമ്പോൾ അറിയാം. ഇപ്പോൾ നിലവിൽ ടൈപ്പ് 3 ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നെക്സോണാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2023 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 24 രജിസ്ട്രേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പുത്തൻ വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടാണ് വണ്ടി ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ടും ഈ റെഡ് കളറിൽ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ വണ്ടിയുടെ ലെവൽ തന്നെ മാറിപ്പോയി. കണ്ടോ, നല്ല കിടുവല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ വേരിയൻ്റ് കൂടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ആവർത്തിച്ചേക്കാം. അപ്പോൾ ഈ രണ്ട് വാഹനം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ഓപ്ഷൻ വന്നിരിക്കുന്ന വണ്ടിയാണ്. ഇത് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നേക്കണം. വിത്ത് നമുക്ക് ഇതിന് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് വാഹനത്തിന് സൺറൂഫ് ഉണ്ട്, എന്നാലും ഈ ഒരു വാഹനത്തിന് സൺറൂഫും കാര്യങ്ങളൊക്കെ ആഡായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് നമുക്ക് രണ്ട് വാഹനങ്ങളും കാണാനായിട്ട് ഏകദേശം ഈക്വൽ തന്നെയാണ്. നമുക്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡീസൽ ഓപ്ഷൻ വന്നേക്കണതാണ്. ഇത് ഫിയർലെസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇത് നമുക്ക് വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ റൂഫൊക്കെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് സൺറൂഫും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ഫിയർലെസ്സിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനൊക്കെ മുമ്പ് ജസ്റ്റ് ബോഡി ക്വാളിറ്റിക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി വന്നിരിക്കുന്നത്. ഗ്രിപ്പൊക്കെ ഫുൾ ഗ്രിപ്പാണ് നിൽക്കണം. പിന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഗ്ലാസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ഗ്ലാസ് കിട്ടുന്നുണ്ട്. ലിഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വന്നിരിക്കുന്ന ആ ഒരു ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ടോപ്പിൽ നമുക്ക് DRLs വന്നിട്ടുണ്ട്. ഒരു പൊടിക്കോലും സ്ക്രാച്ച് കിട്ടുന്നില്ല. അതാണ് വാഹനത്തിൻ്റെ എടുത്ത് വരേണ്ട കാര്യം. വീൽ ആർച്ച് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഫ്രണ്ട് ടോപ്പ് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഫിയർലെസ് എന്ന ഓപ്ഷനാണ്. ഫുള്ള് ബ്ലാക്ക് ഔട്ട് കളഞ്ഞിട്ടുണ്ട് ടോപ്പ് ഭാഗം. ഇവിടുത്തെ വീൽ ആർച്ചും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കാണാൻ പറ്റും. റിയർ ഭാഗത്തേക്ക് വരാം. ഇവിടെ നമുക്ക് ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. ചെറിയൊരു സ്പോയിലർ വരുന്നുണ്ട്. ലിഡായാലും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ബമ്പേഴ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീൽ ആർച്ച് നോക്കാം. ഈ വീൽ ആർച്ചും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കീലെസ് എൻട്രി ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കീ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ്സൊക്കെ നോക്കാം. പുത്തൻ മയങ്ങാത്ത സീറ്റ്സ് എന്നൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് പുത്തൻ നെക്സോൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ വലിയൊരു LED സ്ക്രീൻസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2300 കിലോമീറ്ററാണ് ജസ്റ്റ് ഇവിടെ ഓഡോമീറ്ററിൽ കാണിക്കുന്നത്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അതെ ടച്ച് സ്ക്രീൻ ഫുൾ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഐറ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് കണ്ടോ. 2300 കിലോമീറ്ററാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ കണ്ടോ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ വന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് മോഡ്സ് വന്നിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ റിയറിലെ സീറ്റ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ടാറ്റയുടെ ലോഗോ ഒക്കെ വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് കണ്ടോ. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമ്മുടെ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളും ഉണ്ട്, അതുകൂടി എടുത്ത് പറയണം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് റിയർ പോർഷനിലേക്ക് ഒന്ന് വയ്ക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇവിടെയും ഡോർ പാഡ്സൊക്കെ നല്ല നീറ്റായിട്ട് ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ഫുള്ള് ബ്ലാക്ക് തീമാണ് പോയേക്കണം. നല്ല ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. റിയർ AC വെൻ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു
ഇൻറ്റീരിയർ പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഈ രണ്ട് വാഹനത്തിൻ്റെയും എഞ്ചിൻ റൂം കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം പുത്തൻ വണ്ടി തന്നെയാണ്. അതിൻ്റെ പേരിൽ ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി എഞ്ചിൻ റൂം കാണിക്കുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ ഔട്ടർ കാണിക്കാം. ഈ ഒരു വാഹനം സെയിം ഇയർ തന്നെ, എല്ലാം സെയിം തന്നെയാണ് വന്നേക്കണം. ഇതിൻ്റെയും നിങ്ങൾക്ക് സൈഡ് പോർഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ടയറിൻ്റെ ഗ്രിപ്പൊക്കെ ഫുൾ ഗ്രിപ്പാണ് നിൽക്കണം. ഇനി നമുക്ക് ഡോറിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോറിന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഡോർ പാഡ്സൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ സീറ്റ്സ് നോക്കാം. ഇത് സീറ്റ്സ് കവേഴ്സൊന്നും പൊട്ടിച്ചിട്ടും കൂടി ഇല്ലാത്തതൊക്കെ ഫ്രഷാണ് ഈ വാഹനം. അതേപോലെ തന്നെ കണ്ടോ, ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഫുൾ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസൊക്കെ ഇരുന്നുണ്ട്. ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 172 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. അല്ല, ജസ്റ്റ് 172 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡാഷ്ബോർഡൊക്കെ നോക്കാം, നീറ്റായിരിക്കും ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് നല്ല കുട്ടികളെങ്കിൽ സീറ്റ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ കണ്ട സൺറൂഫും കാര്യങ്ങളൊക്കെ നിലവിലിപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. നമുക്ക് ഡോറിന്ന് ക്ലോസ് ചെയ്യാം. ഈ ഡോർ പാഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് വാഹനത്തിൻ്റെ ഡോർ പാഡ്സ് നല്ല നീറ്റായിരിക്കും ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെഗ് റൂമൊക്കെ നല്ല നീറ്റായിരിക്കുന്ന ലെഗ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സീറ്റ്സൊക്കെ അതെ പുത്തൻ സീറ്റ്സ് തന്നെ, പുത്തൻ സീറ്റ്സ് ബ്രാൻഡ് ന്യൂ. ഞാൻ പറഞ്ഞു 172 കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഓടിയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്കാണ് നടക്കേണ്ടത്. അപ്പോൾ റേറ്റിലേക്ക് കടക്കണേക്കാൾ മുമ്പ് നമുക്ക് ഈ രണ്ട് വാഹനങ്ങൾ ഫ്രഷ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ എന്തായാലും ഞാൻ പറയാൻ പോകുന്ന റേറ്റിനേക്കാൾ ഒരു 3-4 ലക്ഷം രൂപ കൂടുതൽ വരും. ഈ ഒരു വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ തരാൻ പോണ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിയർലെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നേക്കണം. വിത്ത് നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ഡീസലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 15.5 ലക്ഷം രൂപയാണ്. 15.50 lakhs ആണ് ഈ വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ പ്രൈസ് ഉണ്ടല്ലോ. എന്നാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു വാഹനം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് പെട്രോളാണ്. അപ്പോൾ ഈ ഒരു പെട്രോൾ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും രണ്ടും സിംഗിൾ ഓണർഷിപ്പാണ്. അതുകൂടി എടുത്ത് പറയണം. ഇതിൻ്റെ നിലവിലെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 13.5 ലക്ഷം രൂപയാണ്. 13.50 lakhs ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ രണ്ട് വാഹനങ്ങളുടെ വിശേഷങ്ങൾ. വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ എൻക്വയറിയും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വോയിസോ മെസ്സേജ് അയച്ചേക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ രണ്ട് വാഹനങ്ങളുടെ വിശേഷം. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.